കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് സംഘാവ്. ഹിന്ദുത്വ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നവരെ സംഘി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവർക്ക് ഇപ്പോൾ സ്വന്തം പാളയത്തിലെ പടല പിണക്കങ്ങൾ തീർക്കാൻ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കേണ്ടി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയാണ് CPM നേതാവ് M സ്വരാജനെ സംഘാവ് എന്ന് വിളിച്ചത്. അതായത് സഖാവായിരിക്കെ സംഘപരിവാർ ആശയങ്ങളോട് അടുപ്പമുള്ളവരെ വിളിക്കുന്ന പേരാണത്രേ സംഘാവ്. എന്തായാലും സ്വരാജിനെ സംഘാവ് എന്ന് വിളിച്ചതോടെ കേരളത്തിലെ കപട മതേതര രാഷ്ട്രീയത്തിന്റെ മുഖംമൂടി ഒരിക്കൽ കൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. സഖാവായി നടിച്ചു നടക്കുകയും എന്നാൽ ഉള്ളിൽ സംഘപരിവാർ വിരോധം വിട്ട് വോട്ട് പിടിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പുകാരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഈ പേര് വിളിച്ച് പരിഹസിക്കുന്നത്. BJPയുടെ വളർച്ചയിൽ വിറളി പൂണ്ട ഇടതു വലതു മുന്നണികൾ പരസ്പരം സംഘി എന്ന ചാപ്പകുത്തി രക്ഷപ്പെടാൻ നോക്കുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് ജമാഅത്തെ ഇസ്ലാമിയെയും ലീഗിനെയും പ്രീണിപ്പിക്കുന്ന സഖാക്കൾക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പുതിയ വിശേഷണം. ഒരു RSS നേതാവുമായി അതീവ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം ഉയർന്നതോടെ M സ്വരാജ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഈ വാർത്ത പുറത്തുവിട്ട ജമാഅത്തെ ഇസ്ലാമിയെ തീവ്രവാദികൾ എന്ന് വിളിച്ച് രക്ഷപ്പെടാനാണ് സ്വരാജ് ശ്രമിക്കുന്നത്. എന്നാൽ ഇത്രയും കാലം ഇതേ തീവ്ര നിലപാടുള്ളവരുമായി ചേർന്ന് BJPയെ തുരത്താൻ ഇറങ്ങി പുറപ്പെട്ട CPMന് ഇപ്പോൾ എന്തു പറ്റി എന്ന ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. BJPയുടെ ആശയപരമായ കരുത്തിന് മുന്നിൽ നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വന്തം അണികൾക്കിടയിൽ തന്നെ വിഭാഗീയതയുണ്ടാക്കി വോട്ട് ചോരാതിരിക്കാനുള്ള തന്ത്രപ്പാടിലാണ് ഇരു മുന്നണികളും. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ BJPയോടുള്ള ആഭിമുഖ്യം കൂടിയപ്പോൾ അവരെ ക്രിസ്സംഘി എന്ന് വിളിച്ചാക്ഷേപിച്ചു. ഇപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ BJP സ്വാധീനം വരുന്നു എന്ന് ഭയന്ന് സംഘാവ് എന്ന വാക്കുമിറക്കി. വാസ്തവത്തിൽ BJP ഉയർത്തുന്ന വികസന രാഷ്ട്രീയത്തെയും ദേശീയതയും നേരിടാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും കരുത്തില്ല എന്നതിന്റെ തെളിവാണിത്. മുസ്ലിം വോട്ടുകൾ CPMലേക്ക് പോകാതിരിക്കാൻ സഖാക്കളെ സംഘികളാക്കി ചിത്രീകരിക്കുക എന്നതാണ് ലീഗിന്റെ ലക്ഷ്യം. ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് പോകാതിരിക്കാൻ RSS വിരോധം പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ് CPMന്റെ ലക്ഷ്യം. ഈ അന്തർധാര രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കാൻ BJP മുന്നോട്ട് വരികയാണ്. 45 വർഷം തിരുവനന്തപുരം നഗരസഭ ഭരിച്ച് അഴിമതി നടത്തിയവർക്ക് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ അതേ വെപ്രാളമാണ് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ CPMനും കോൺഗ്രസിനും. BJP എന്ന ശക്തിയെ നേരിടാൻ ഇവർക്ക് വർഗീയ കാർഡും പരിഹാസ പേരുകളും അല്ലാതെ മറ്റൊന്നുമില്ല. സ്വരാജ് ആയാലും തെഹ്ലി ആയാലും BJPയുടെ വളർച്ചയെ തടയാൻ നോക്കുന്ന ഇത്തരം തരം താണ സൈബർ ആക്രമണങ്ങളെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. സഖാക്കൾ അഴിമതിയിൽ മുങ്ങി സംഘാവുകളാകുമ്പോൾ വികസനത്തിന്റെയും സത്യസന്ധതയുടെയും പാതയിൽ BJP കേരളത്തിൽ കരുത്താർജിക്കുകയാണ്. കപട മതേതരത്വത്തിന്റെ ഈ നാടകം അധികകാലം തുടരാനാവില്ലെന്ന് ഉറപ്പാണ്.